നമസ്കാരം. സുപ്രീം വോയിസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയുടെ ഇരട്ടി തീരുവ പ്രഖ്യാപനത്തിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 17ാമത് സപ്താഹയജ്ഞം നടന്നു. കാട്ടാന ശല്യം രൂക്ഷം. നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. അമേരിക്കയുടെ ഇരട്ടി തീരുവ പ്രഖ്യാപനത്തിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുടെ ഇരട്ടി തീരുവ പ്രഖ്യാപനത്തിന് പരോക്ഷ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന. അതിന് വലിയ വില നൽകേണ്ടി വന്നേക്കുമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഡൽഹിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ താൽപര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെന്ന് അറിയാം. പക്ഷേ ഞാൻ തയ്യാറാണ്. രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീര കർഷകർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ്, പ്രധാനമന്ത്രി വ്യക്തമാക്കി. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 17ാമത് സപ്താഹയജ്ഞം നടന്നു. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കുരുന്നുകൾ കണ്ണന്റെ വേഷത്തിൽ വന്ന് ഉണ്ണിയൂട്ട് നടത്തിയത് കൗതുകമായി. കടങ്ങോട് കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന സപ്താഹയജ്ഞത്തിലാണ് ഉണ്ണിയൂട്ട് നടന്നത്. ചടങ്ങിൽ യജ്ഞാചാര്യൻ മുരളി നമ്പീശൻ മങ്ങാടും സഹയജ്ഞാചാര്യ രാധാവരവൂരും കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയൂട്ട് ചടങ്ങിൽ 8 വയസ്സുവരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്തു. കാട്ടാന ശല്യം രൂക്ഷം. നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. ചേലക്കര, മുള്ളൂർക്കര, ആറ്റൂർ മേഖലകളിൽ കാട്ടാന ശല്യം കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ പാതിരാത്രി സംസ്ഥാന പാത ഉപരോധിച്ചു. ബുധനാഴ്ച രാത്രി 10 മണിയോടെ വാഴക്കോട് പ്രാഴി സംസ്ഥാന പാത മുറിച്ചു കടന്ന കാട്ടാന മുള്ളൂർക്കര പഞ്ചായത്തിലെ മണലാടി വിഷ്ണുക്ഷേത്രത്തിന് സമീപം പാറപ്പുറം മേഖലയിലുമെത്തി. ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്ന യുവാവിനെ ആന ഓടിച്ചു. ബൈക്ക് ഉപേക്ഷിച്ച് യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിന്നിരുന്ന കണ്ണൂരും കാസർഗോഡും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ടാക്കി. ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരും. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ യെല്ലോ അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വിസ തട്ടിപ്പ്. ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി റിമാൻഡിൽ. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലെ പ്രതിയായ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുള്ള സായയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സായ കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളായി UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സാലിം K കശ്യപൻ, ഷാബു, ASI-മാരായ രാജീവ്, അസ്മ B എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഇടവേള. തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആരോഗ്യരംഗത്ത് 40 വർഷത്തിലേറെ പാരമ്പര്യം, 400-ൽ പരം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500 പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം, എല്ലാ ഡോക്ടർമാരും വിശ്വാസം അർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ്, കോടതിക്ക് പിൻവശം, ഗണപതി കോംപ്ലക്സ്, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. കോൺടാക്ട് 7012712910. വാർത്തകൾ തുടരുന്നു. തൊഴിലാളികളുടെ ബോണസും ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യും. തൊഴിലാളികൾക്കുള്ള ഓണക്കാലത്തെ ബോണസും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും. മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഈ വർഷത്തെ ബോണസ് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. കയർ, കശുവണ്ടി മേഖലകളിലെ തൊഴിലാളികൾക്കുള്ള ബോണസ് നിശ്ചയിക്കുന്നതിനായി അതാത് വ്യവസായ ബന്ധ സമിതികളുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ബോണസ് വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഇതുപ്രകാരം ബോണസ് നിയമം
ബാധകമായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ ലേബർ ഓഫീസർമാർ ഉറപ്പുവരുത്തണം. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ഉറപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരാഖണ്ഡിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട ദുരിതബാധിതർക്കൊപ്പം കേരളം ചേർന്ന് നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ നടപടികൾക്കും കേരളത്തിലെ ജനങ്ങളുടെ ഐക്യദാർഢ്യവും പിന്തുണയും ഉണ്ടാകുമെന്നും ആവശ്യമായ സഹായം നൽകാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് അയച്ച കത്തിൽ അറിയിച്ചു. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്നാരോപിച്ച് നടി ശ്വേതാ മേനനെതിരെ കേസ്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്നാരോപിച്ച് നടി ശ്വേതാ മേനനെതിരെ കേസ്. IT നിയമത്തിലെ 67A പ്രകാരം കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. അനാശാസ്യ നിരോധന നിയമവും ചുമത്തി. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നും ആരോപണം. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് അശ്ലീല ദൃശ്യങ്ങളിൽ അഭിനയിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തെന്ന് പരാതി. പുതിയ തൊഴിൽ സാധ്യതകളെ വിദ്യാർത്ഥികൾ അതിവേഗം തിരിച്ചറിയണം. മന്ത്രി ആർ ബിന്ദു. മാറുന്ന ലോകക്രമത്തിനിടയിൽ പുതിയ അവസരങ്ങളും തൊഴിൽ സാധ്യതകളും അവയിലേക്ക് എത്താനുള്ള വിവിധ മാർഗങ്ങളും അതിവേഗം തിരിച്ചറിയണമെന്ന് മന്ത്രി ആർ ബിന്ദു. നൂതന തൊഴിൽ മേഖലകളിൽ യുവതയുടെ ഇടം സൃഷ്ടിക്കാനാവണം. അതിനുള്ള പിന്തുണ സർക്കാർ നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ ദിശ പദ്ധതി സംസ്ഥാന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൊഴിൽ അന്വേഷകരായ വിദ്യാർത്ഥികളെ കോളേജ് തലത്തിൽ തന്നെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ആരംഭിച്ച പദ്ധതിയാണ് ദിശ. കൈലയും നയനീതി പോളിസി കളക്റ്റീവും ചേർന്ന് സംസ്ഥാനത്തെ 60 കോളേജുകളിൽ ദിശ കരിയർ ഗൈഡൻസ് വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും. ഗേറ്റ് 2026 ഓൺലൈൻ അപേക്ഷ 25 മുതൽ. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗിനുള്ള അപേക്ഷ ആഗസ്റ്റ് 25 മുതൽ സ്വീകരിക്കും. അടുത്ത ഫെബ്രുവരി 7, 8, 14, 15 തീയതികളിലാണ് ഗേറ്റ് പരീക്ഷ. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. നിങ്ങൾ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അതോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് നോക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം വേണ്ട ഒന്നാണ് ഇൻഷുറൻസ്. വെഹിക്കിൾ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം ഇതിൽ പെടും. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ ഇതെല്ലാം നിങ്ങൾ മുഖേന എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു വരുമാന മാർഗമായാലോ? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലേൺ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തോളൂ.